നമസ്കാരം. ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസായി വന്ന നടന്ന സംഭവം. രാജേഷ് ഗോപിനാഥനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന അജിത് അഥവാ അജിത്തേട്ടൻ എന്ന കഥാപാത്രം മിക്കപ്പോഴും സുഹൃത്തുക്കളുമായി മദ്യപാനം, ഭാര്യയുമായി അത്ര നല്ല ഇക്വേഷനിലല്ല പോകുന്നത്. അവിടുത്തെ മിക്ക ആൾക്കാരെ നോക്കിയാലും ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ് എങ്കിലും ഇനി ആ സ്ഥലത്തേക്കാണ് പുതിയ താമസക്കാരനായി ഉണ്ണിയും കുടുംബവും എത്തുന്നത്. തുടർ സംഭവങ്ങളൊക്കെയാണ് നടന്ന സംഭവം എന്ന ചിത്രം പറയുന്നത്. സിനിമ പറയാൻ ശ്രമിച്ച വിഷയം റെലവൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ആ റെലവൻസ് കൊണ്ട് മാത്രം സിനിമ മികച്ചതാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. പ്രകടനത്തിലേക്ക് വന്നാൽ ആരെ സംബന്ധിച്ചും അത്ര ചലഞ്ചിങ് റോളായി തോന്നിയില്ല. അതേസമയം കിട്ടിയ വേഷത്തെ നീറ്റായി തന്നെ ചെയ്തിട്ടുമുണ്ട്. ഉണ്ണി എന്ന കഥാപാത്രമായിരുന്നത് ബിജു മേനോനാണ്. ആൾക്കാരുമായി പെട്ടെന്ന് കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കുന്ന ഒരാൾ തൻ്റെതായ ശൈലിയിൽ അത് കൺവിൻസിംഗ് ആയി തന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. ആകെ ശോകമായി തോന്നിയത് ഒരു അടി കഴിഞ്ഞ ശേഷമുള്ള മുഖത്തെ മേക്കപ്പ് മാത്രമാണ്. സുരാജിൻ്റെ കഥാപാത്രം ഒരു റെപ്രസെൻറ്റേഷനാണ്. എന്തിൻ്റെയാണ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. കൺവിൻസിംഗ് ആയി തന്നെ ആ റോൾ ചെയ്തിട്ടുമുണ്ട്. സുധി കോപ്പയും തൻ്റെ റോൾ നീറ്റായി തന്നെ ചെയ്തു. ബിജുമനുമായുള്ള ശ്രുതി രാമേന്ദ്രൻ്റെ കെമിസ്ട്രിയും നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. അജിത്തിൻ്റെ ഭാര്യ കഥാപാത്രമായിരുന്ന ലിജോ മോളിൻ്റെ പ്രകടനവും സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. വേറെയും ഒട്ടനവധി കഥാപാത്രങ്ങൾ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. അതിൽ നൗഷാദ് അലിയുടെ പ്രകടനമാണ് എനിക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അജിത്തിൻ്റെ മദ്യപാന കമ്പനിയിലെ ചില ആൾക്കാരുടെ പ്രകടനം ഞാൻ മദ്യപിച്ചതുപോലെ അഭിനയിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയായിരുന്നു. അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. സിനിമയുടെ ആദ്യ പകുതി പശ്ചാത്തലത്തെയും കഥാപാത്രത്തെയും എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രധാന വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വിഷയത്തിൽ നിന്നും മാറുന്നില്ല, ഇടയ്ക്ക് ചിരിക്കാനുണ്ട് എന്നതുകൊണ്ട് ആദ്യ പകുതി ഓക്കെ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടതും. രണ്ടാം പകുതി എത്തുമ്പോഴേക്കും കഥ മറ്റൊരു സ്പേസിലാണ് കാര്യമായിട്ട് സംഭവിക്കുന്നത്. അവിടെ എത്തുമ്പോൾ ഒഴുക്ക് നഷ്ടപ്പെടാൻ പ്രധാന കാരണം ഒരു കാര്യവുമില്ലാതെ തമാശകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നിടത്താണ്. രണ്ടാം പകുതി ഭൂരിഭാഗവും വലിച്ചു നീട്ടിയൊരു ഫീലാണ് സമ്മാനിച്ചതും പ്രധാന വിഷയത്തിലേക്ക് അടുക്കാൻ ഒരു മടി എന്നതുപോലെ. പിന്നെ സിനിമ സംസാരിക്കാൻ ശ്രമിച്ച വിഷയവും അതിൻ്റെ റെലവൻസും കൂടെ ആകുമ്പോഴാണ് ഒരു ഓക്കെ ഫീൽ മൊത്തത്തിൽ ലഭിക്കുന്നതും. റെലവൻസ് എന്ന് പറയുമ്പോൾ അത് എഫക്റ്റീവായി പറഞ്ഞോ, ഈ രീതിയിലല്ലാതെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. ഇത് ഗംഭീരമായി പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും ഇങ്ങനെയെങ്കിലും ഒരു അടി എന്നതിൽ ഒരു രസം തോന്നിയെന്ന് മാത്രം. ആണുങ്ങളുടെ സ്പേസിനെയൊക്കെ അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുമുണ്ട്. ഓവറോൾ നടന്ന സംഭവം എന്ന സിനിമ എന്നെ സംബന്ധിച്ച് ഒരു ഓക്കെ പടമായിട്ടേ തോന്നിയുള്ളൂ. സംസാരിക്കാൻ ശ്രമിച്ച വിഷയം കൊള്ളാം, രസമുള്ള കുറച്ച് പരിപാടികളൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ ഒരു സംതൃപ്തി ലഭിച്ചതുമില്ല. അതിൻ്റെ പ്രധാന കാരണം രണ്ടാം പകുതിയിൽ പോലീസ് സ്റ്റേഷൻ സീനുകളും കാര്യങ്ങളും അത്ര എഫക്റ്റീവായി വന്നില്ല എന്നത് തന്നെയാണ്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.